രൂപങ്ങളിലുള്ള വാചകങ്ങളുടെ വിപുലീകരണത്തിന് വേണ്ടി. ഇപ്പോഴെനിക്ക് തോന്നുക ഭാനുമതി, നമ്മുടെ മോളെ കിടപ്പാടം പണയപ്പെടുത്തിയും കടം വാങ്ങി അങ്ങോട്ട് അയക്കേണ്ടതില്ലാന്ന്. എന്നിട്ടും തികഞ്ഞു. ഇനിയും കൊടുക്കേണ്ട 25,000. വല്ല കൂലിപ്പണിക്കാരന്റെയും കൂടെ ആയിരുന്നെങ്കിൽ ഒരു നേരം പട്ടിണിയാണെങ്കിലും ഒരു മനസമാധാനം ഉണ്ടാവുമായിരുന്നു. നമുക്ക് നമ്മുടെ മക്കൾക്കും ഓരോരോ വിധിയാ ഭാനു. ഇതുകൊണ്ട് വല്ലതുമായോ? ഇനി ചെലവുകൾ വരാതിരിക്കുന്നതേ ഉള്ളൂ. അടുക്കള കാണാൻ ചെന്നില്ലെന്നുള്ള പരാതി വേറെ. പിന്നെ പ്രസവം അടുക്കുമ്പോ ചെന്ന് കൂട്ടിക്കൊണ്ടുവരണം. അതിനും ചെലവുണ്ട്. എന്റെ ഭഗവതി, ഓർത്താ പ്രാന്ത് പിടിക്കും. ചേച്ചിക്ക് ചുണയില്ലാഞ്ഞിട്ടാ ഒരു അമ്മായിയമ്മയും നാത്തൂനും. നമുക്ക് അങ്ങനെയൊക്കെ പറയാം. അവളാ അവിടെ ജീവിക്കേണ്ടത്. എല്ലാറ്റിനും ആ തള്ളയുടെ അനുവാദം ചോദിക്കുന്ന എന്തിനാ? പ്രശാന്തന് ഒരു തീരുമാനം എടുത്തൂടെ? മതി മതി, ഇപ്പൊ അതൊക്കെ പറയും. കഴുത്തി താലി വീഴുന്ന താനെ വായടയും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പെണ്ണുങ്ങളായിരിക്കണം. അച്ഛാ, ആ ബാങ്കിൽ നിന്ന് എടുത്ത് ലോണിന്റെ 2 കുടിശ്ശിക അടച്ചിട്ടില്ലെന്ന് ചന്ദ്രേട്ട അച്ഛനോട് പറയാൻ പറഞ്ഞു. ഓ, അടയ്ക്കാനും കൊടുക്കാനുള്ള എപ്പ തീരുമാനാവും? എന്റെ ഭഗവതി, കുറച്ച് നാളത്തേക്ക് കൂടി ഞാനൊന്ന് ക്ഷമിക്ക. പ്രദീപിന്റെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മാറാം. ഇവിടുന്ന് പോണമെന്നോ അമ്മയും സഹോദരങ്ങളെ ഉപേക്ഷിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. എന്റെ അച്ഛൻ വന്നിട്ട് ഒന്ന് വീട്ടിൽ പോകാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടല്ലേ. തനിക്കിപ്പോ വീട്ടിൽ പോയി അമ്മ ഒന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അമ്മയുടെ സമ്മതം മേടിച്ചോളാം. അമ്മയാ അവിടെ വന്ന് പതുങ്ങി നിൽക്കായിരുന്നു. അമ്മയോ? ഏതായാലും നാളെ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞേക്ക്. ഇങ്ങനെ ഫ്രീ ഷോ കാണുന്ന വളരെ മോശമാ. ഒരു തറ ടിക്കറ്റ് എങ്കിലും എടുക്കണമെന്ന്. തനിക്ക് നല്ല ഡയലോഗൊക്കെ പറയാൻ അറിയാലോ. ജനല കുറ്റിയിട്ടുണ്ടോ? വേണേ പോയി നോക്ക്. എന്താടി, നീ വയറ്റിൽ കൊള്ളാത്ത വല്ലതും കഴിച്ചോ? ഇല്ല. പിന്നെന്താ, വയറ്റിലുണ്ടോ? ഓ, കല്യാണം കഴിഞ്ഞ് 3 മാസം തികഞ്ഞില്ല, അതിനു മുൻപ് തുടങ്ങി ഛർദിലും കൊരവേ. നാട്ടുകാര് കളിയാക്കി ചിരിച്ചാലേ നാണക്കേട് എന്റെ മോനാ. മതി മതി നിന്ന് ചിണുങ്ങിയത്, വേഗം അരച്ചെടുക്കാൻ നോക്ക്. എന്താ സ്വപ്നം കണ്ടിരിക്കാ? ഇരിക്ക. ഇന്നത്തെ ചിരിക്കൊരു പ്രത്യേകത കാണുന്നുണ്ടല്ലോ. എല്ലാം ഞാൻ അറിഞ്ഞു. എന്റെ സന്തോഷം തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ? കുറച്ച് ജിലേബി നേരായ മാർഗത്തിലൂടെ കൊണ്ടുവന്ന തനിക്ക് കിട്ടില്ല. അമ്മയും പ്രസന്നയും മേടിച്ചെടുക്കും. ഭഗവാനേ, ഗുരുവായൂരപ്പ. വന്നു കേറിയില്ല, അതിനു മുൻപേ അവക്ക് പെറ്റിടാനല്ലേ ധൃതി. നീ ആ കുടുംബാസൂത്രണ കേന്ദ്രത്തിലെങ്ങാനും കൊണ്ട് അതങ്ങ് അലസിപ്പിച്ച് കളഞ്ഞേക്ക്. വീട് പുതുക്കിപ്പണിയണം. പ്രദീപിന്റെയും പ്രസന്നയുടെയും കല്യാണം നടത്തണം. പ്രസാദന്റെ ജോലിക്കാര്യത്തിന് വേണ്ടി കുറച്ച് കാശ് കൊടുക്കണം. ഇത്രയും ഉത്തരവാദിത്വം നിനക്കുള്ളപ്പോ അവളൊരു കുഞ്ഞിനെ പെറ്റിട്ടാൽ എങ്ങനെ വളർത്താനാ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വിദ്യയോട് അമ്മ പറഞ്ഞത് സൂചിപ്പിച്ചു. അവളൊട്ടും സമ്മതിക്കുന്നില്ല. അവളല്ലേലും അതിന് സമ്മതിക്കത്തില്ല. ഉടനെ ഒരു കുട്ടിയുണ്ടായാലേ സ്ത്രീധന ബാക്കി തരാതെ കഴിച്ചു കൂട്ടാവല്ലോ. അവളും വീട്ടുകാരും കൂടെ ഉള്ള ഒരു ഒത്തുകളിയാടായത്. അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. തരാനുള്ളത് തന്നില്ലെങ്കിലേ മോള് വീട്ടിലിരിക്കും. എന്നാലും വിദ്യയെ വിഷമിപ്പിച്ചുകൊണ്ട്. എടാ, നിനക്കൊരു കുട്ടി വേണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നീയാ, അവളല്ല. ഇതുവരെ അമ്മ പറഞ്ഞതല്ല ഞാൻ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം അമ്മേനെ നിർബന്ധിക്കരുത്. അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോഴേക്കും നീ ആളങ്ങ് മാറിയല്ലോടാ.
ഈ അലവലാദികളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ച എന്നെ പറഞ്ഞാ മതി. അമ്മ പറയുന്ന ഒക്കെ ശരിയാ. എനിക്കിപ്പോ തോന്നുന്നു കല്യാണമേ വേണ്ടായിരുന്നു. ചേച്ചി ചേച്ചി ആ ആ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ചേച്ചി ഒരു മുത്തശ്ശിയാവാൻ പോവല്ലേ? ചെലവുണ്ട്. അല്ല, പ്രശാന്തൻ ആളൊരു മിടുക്കനാണല്ലോ. നീ ഒന്ന് പതുക്കെ പറ. ചേച്ചി എന്തിനെന്നെ കാണണമെന്ന് പറഞ്ഞേ? നീ ഒന്നിങ്ങി വന്നേ. കാശ് തരാനാണോ? എന്തിനാ? പ്രശാന്തനെ വിദ്യം വിചാരിച്ചില്ല അവർക്ക് ഇത്ര പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവുമെന്ന്. അവർക്ക് 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് മതിയെന്നാ പറയുന്നത്. ഹോസ്പിറ്റലിൽ പോകാനേ അവർക്ക് നാണക്കേട്. കല്യാണം കഴിക്കാത്ത പെമ്പിള്ളേര് വരെ ഒരു കൂസലും കൂടാതെ ആശുപത്രിയിൽ പോയിട്ട് കാര്യം കഴിച്ചു പോരുന്നു. പിന്നെ ഇവർക്ക് എന്താ അത്ര വലിയ നാണക്കേട്? കുറച്ചു നാളൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ കഴിഞ്ഞു കൂടാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ശാന്തം വന്ന് നിർബന്ധിച്ചപ്പോഴേ ഞാനങ്ങ് സമ്മതിച്ചു. മനസ്സുണ്ടായിട്ടല്ല, പിന്നെ അവരുടെ ഇഷ്ടമല്ലേ. ആ നീ പോയി ആ കേശം വൈദ്യനെ ഒന്ന് കാണണം. എന്തിനാ ചേച്ചി? ആ എന്നാ ഞാൻ പ്രശാന്തിനെ കൂട്ടി പോകാം. അയ്യോ, അവന് നാണമാ. നീ തനിച്ചു പോയാ മതി. ദേ, ഈ കാര്യം നീ ഞാനും അല്ലാതെ മറ്റൊരു ചെവി അറിയാൻ പാടില്ല. വേണ്ട, അറിയണ്ട. ഇന്ന് വൈകിട്ട് പോവാം. ഒരാഴ്ച ജോലി ഒന്നും ചെയ്യരുത്. കുഞ്ഞ് എനിക്കൊട്ടും മനസ്സുണ്ടായിട്ടല്ല. പിന്നെ മോള് നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കുമെന്ന് വാശി പിടിച്ചുകൊണ്ട് മാത്രമാ. എത്ര നല്ല പ്രപ്പോസലുകൾ വന്നതാ അവക്ക്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതായിരിക്കും വിധിച്ചത്. ആ പിന്നെ 2 ലക്ഷം രൂപയാണ് എന്റെ മോക്ക് സ്ത്രീധനമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1 ലക്ഷം രൂപ അവളുടെ പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. ബാക്കി 1 ലക്ഷം രൂപ സ്വർണമായിട്ട് തരും. കുറച്ച് കാശായിട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ ഡൗറി തരുന്ന തുക എന്റെ മോളുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ളതാ, അല്ല നിങ്ങളുടെ വീട്ടുകാരും നോക്കാൻ വേണ്ടി തരുന്നതല്ല. തീയതി മുഹൂർത്തവും ഒക്കെ തീരുമാനിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടാ, അങ്ങനെ കാശൊന്നും തരത്തില്ലെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം പറഞ്ഞല്ലേ ശരി. ഉള്ള സ്വത്ത് വനജയുടെ പേര് കിടക്കുമല്ലോ. അപ്പൊ കല്യാണം അങ്ങനെ നടത്തും? ചേട്ടന്റെ കല്യാണം അങ്ങനെ നടന്നത്? എന്റെ കല്യാണം നടത്തി തരേണ്ട ഉത്തരവാദിത്തം ചേട്ടനില്ലേ? അല്ല, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നീയാ ഇതെല്ലാം നടത്തേണ്ടത്. അതിന് എന്റെ അടുത്ത് എവിടുന്ന രൂപ? ആരോടെങ്കിലും കടം മേടിക്കണം. വിദ്യയുടെ സ്ത്രീധന ബാക്കി കിട്ടുമ്പോ തിരിച്ചു കൊടുക്കാവല്ലോ. ഗോപാലന്മാര് പറഞ്ഞപ്പോഴാണ് അറിയണത് ഇന്നാ പ്രശാന്തന്റെ അനിയന്റെ കല്യാണം. അവരെന്താ നമ്മളെ അറിയിക്കായിരുന്നു? കുറി അയച്ചിട്ടുണ്ട്, അതും ഇന്നാ കിട്ടിയത്. ബന്ധുക്കാരെന്ന നിലയില് നമ്മളൊന്നും വന്ന് വിളിക്കേണ്ടതല്ലേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. പെട്ടെന്നായിരിക്കും, ചിലപ്പോ വിളിക്കാനുള്ള സമയം കിട്ടിക്കാണില്ല. അച്ഛൻ ഇത്ര കണ്ട് പാവായി പോയല്ലോ. സമയമൊന്നും കിട്ടാഞ്ഞിട്ടല്ല, അവരുടെ നിലയ്ക്കും വിലയ്ക്കും നമ്മൾ ചെല്ലുന്ന നാണക്കേടായിരിക്കും. എത്രയും നേരത്തെ കൊടുക്കാനുള്ള രൂപ അങ്ങോട്ട് കൊടുത്തയച്ചാലേ വിദ്യക്ക് മനസമാധാനത്തോടെ അവിടെ ജീവിക്കാനൊക്കൂ. ഇതാണോ നമ്മുടെ മുറി? ഇത്ര ഇടുങ്ങിയ മുറിയിൽ എങ്ങനെ കഴിയാനാ? എന്തൊരു ചൂട്! എ.സി. റൂമിൽ കിടന്ന് ശീലിച്ചോണ്ട് ഇനി ഇന്ന് ഉറക്കം വരില്ല. അതിന് തന്നെ ഞാൻ ഉറക്കിട്ട് വേണ്ടേ? വനജ ഇവിടെ എല്ലാവർക്കും വലിയ കാര്യമാ. അല്ല, എല്ലാരും പാവമാ. അമ്മയോട് ഒട്ടിയും പറ്റേക്ക് നിന്ന അമ്മയും പാവമാ. അമ്മയെ കുറിച്ച് ഇവിടെ വന്നു കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ ചേട്ടത്തിയുടെ വീട്ടുകാർ പറയുമ്പോൾ എന്റെ വീട്ടുകാർ പറഞ്ഞാലേ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. ആ നിമിഷം ഞാൻ എന്റെ വീട്ടിൽ പോകും, പറഞ്ഞേക്കാം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഇന്ന് തന്നെ താനിങ്ങനെ ചൂടായാലോ?